പ്രവാചകന്മാരൊക്കെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ നബി തങ്ങൾ വരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഒറ്റയ്ക്ക് ഏകാന്തനായിരിക്കുമ്പോഴാണ് അല്ലാഹു തആല ഒരു ഇണയെ നൽകുന്നത്, ഹവ്വ. എന്തിന്? ഒരു ആണിനും ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല. ഏകാന്തത, ഒരു ഇണയില്ലാതെ, ഒരു തുണയില്ലാതെ ഒരു പുരുഷനായാലും ഒരു പെണ്ണിനായാലും ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഏകാന്തത അനുഭവപ്പെടുമ്പോഴാണ് അല്ലാഹു തആല ഒരു ഇണയായി മഹാനായ മഹദിയായ ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ അലൈഹിസ്സലാമിനെ അല്ലാഹു ഏൽപ്പിച്ചു. കുറച്ചു കാലം ജീവിക്കുമ്പോഴേക്കും ഇബ്ലീസ് അവിടെ ഫിത്ന ഉണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി. രണ്ടുപേരെ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് 300 വർഷം അവർ പരസ്പരം കണ്ടില്ല. ഭാര്യയും ഭർത്താവും 300 വർഷം കണ്ടില്ല. ആദം നബി എവിടെയോ? ആലോചിച്ചോക്ക്. കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും, വേറെ ആരുമില്ല. ഈ ഭൂമി വിജനമാണ്, ഇവിടെ വേറെ ആരുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 300 വർഷമാണ് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുന്നത്. റബ്ബി ഇന്നി ളലംതു നഫ്സി ളുൽമൻ കബീറൻ കസീറാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഒരുപാട് അക്രമം അല്ലാഹുവോട് പറയാണ്. ഒരുപാട് അക്രമം ചെയ്തു പോയി. ഒരുപാട് അക്രമം എന്റെ ഭാഗത്ത്. ഒരു തെറ്റ് ചെയ്തിട്ടു. തെറ്റ് എന്ന് പറയാൻ മാത്രമില്ല, മറന്നുകൊണ്ടാ ചെയ്യുന്നത്. ഇബ്ലീസിന്റെ ഫിത്നയിലകപ്പെട്ടു പോയി. ആ ഫിത്നയിലകപ്പെട്ടതിന്റെ പേരിൽ 300 വർഷക്കാലം മഹാനായ ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അങ്ങനെ 300 വർഷക്കാലം കരഞ്ഞ് ദുആ ചെയ്തിട്ട് ഹവ്വ ബീവിയും മഹാനായ ആദം നബി അലൈഹിസ്സലാമും പരസ്പരം കണ്ടുമുട്ടുന്നത് അറഫയിൽ വെച്ചാണ്. അറഫ, മക്കയുടെ അറഫ. അതാണ് അറഫ എന്ന പേര് വന്നത്. പരസ്പരം തിരിച്ചറിഞ്ഞു, പരസ്പരം അവർ കണ്ടു. അറഫ. ജിദ്ദക്ക് ജദ്ദ എന്ന പേര് വന്നത് ഇവിടെ ഹവ്വ ബീവി അന്ത്യവിശ്രമം കൊള്ളുന്നത് കൊണ്ടാണ്. ഹവ്വ ബീവിയുടെ മഖ്ബറയുള്ളത് ജിദ്ദയിലാണ്. ജദ്ദ എന്ന് പറഞ്ഞാൽ വെല്ലിമ്മയുള്ള സ്ഥലം ജിദ്ദ. അറഫ രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലം. ആലോചിച്ച് നോക്കണം, സ്നേഹിക്കുന്ന രണ്ടാളുകൾ 300 വർഷം വേർപിരിഞ്ഞിരിക്കുക. അത് രണ്ടുപേര് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ അലഞ്ഞു തിരിയുക 300 വർഷക്കാലം. അങ്ങനെ കല്യാണം കഴിഞ്ഞു, കുട്ടികളുണ്ടായി. ഹാബീലും കാബീലുണ്ടായി. ഹാബീലും ഹാബീലുണ്ടായപ്പോ സ്വന്തം മക്കള് തന്നെ മറ്റൊരാളെ കൊല്ലുന്നത് കാണേണ്ടി വരിക. മക്കളുടെ യുദ്ധം, മക്കൾ തമ്മിലുള്ള പോരാട്ടം. എന്നിട്ട് കാബീൽ എന്ന് പറയുന്ന പൊന്നുമോൻ ഹാബീൽ എന്ന് പറയുന്ന മറ്റൊരു മകനെ കൊല്ല. ഇതൊരു പിതാവ് കാണാൻ. മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ 2 മക്കൾ അടിപിടി കൂടി ഒരാൾ കൊല്ലപ്പെടുക. ഇതൊക്കെ ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയും. എന്നാൽ ആദം നബി അത് സഹിക്കേണ്ടി വന്നു. കാബീൽ ഹാബീലിനെ കൊല്ലുന്നത് കാണേണ്ടി വന്നു, അറിയേണ്ടി വന്നു, അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ പ്രയാസങ്ങള് മഹാനായ ആദം നബി അലൈഹിസ്സലാം അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന നൂഹ് നബി അലൈഹിസ്സലാം ഇതിനേക്കാളും വലിയ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. 980 വർഷം ദഅവത്ത് നടത്തി, വാല് പറഞ്ഞ് സ്വന്തം ഭാര്യ പോലും വിശ്വസിച്ചില്ല. വലിയ അത്ഭുതമല്ലേ? ഒരു ഉസ്താദ് വാല് പറയാൻ, എന്നിട്ട് അവരുടെ മക്കളും അവരുടെ ഭാര്യമാരൊക്കെ നാട്ടിൽ വലിയ തോന്നിവാസം കളിച്ച് നടക്കുകയാണെങ്കിൽ നാട്ടുകാരെന്താ പറയും? അത് പറഞ്ഞ് നടക്കുന്നൊരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നാട്ടിൽ തോന്നിയതുപോലെ നടക്കുകയാണെങ്കിൽ നാട്ടുകാരൊക്കെ പറയില്ലേ? അതേപോലെ 950 വർഷം ദഅവത്ത്, മകൻ മുസ്ലിമായില്ല. എന്നു മാത്രമല്ല, സ്വന്തം മകൻ തന്റെ കൺമുന്നിൽ വെച്ചാണ് തിരമാലയിൽ മുങ്ങി മരിക്കുന്നത് കാണാനിടയായത്. തന്റെ മകൻ മരിക്കുന്നത് കൺമുന്നിൽ വെച്ചിട്ട് മരണപ്പെടുന്നത് കാണാനിടയായി. അപ്പൊ വല്ലാത്ത ബേജാറായി അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, നീയല്ലേ പറഞ്ഞത് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ കിടക്കൂല എന്ന്. അപ്പൊ എന്റെ മോൻ എന്റെ കുടുംബാണ് എന്ന് പറഞ്ഞു.
അപ്പോഴാണ് അല്ലാഹു പറയുന്നത് ഇന്നഹു ലൈസ മിൻ അഹ്ലി, കുടുംബം തന്നെയാണ്, പക്ഷേ മുസ്ലിം അല്ലാത്തത് കൊണ്ട് കുടുംബത്തിൽ പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് വേണ്ടാത്ത കാര്യം അറിയാത്ത കാര്യം ചോദിക്കണ്ട. സ്വന്തം ഭാര്യയും സ്വന്തം മകനും മുസ്ലിമായില്ല. 950 വർഷത്തെ ദഅവത്ത് നടത്തി, വഅദ് പറഞ്ഞു. അങ്ങനെ വന്നാൽ യാക്കൂബ് നബി അലൈഹിസ്സലാം അനുഭവിച്ച പ്രയാസത്രയാണ്. ചെറുപ്പത്തിലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതായി. മക്കളൊക്കെ കൊണ്ടുപോയിട്ട് കൊന്നുകളഞ്ഞു എന്നാ വിശ്വസിച്ച് കിണറ്റിലിട്ടു. കരഞ്ഞ് 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 മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി പോയി, സ്ട്രെസ്സായി, ഡിപ്രഷനായി. അമ്പിയാക്കളാണ്, അമ്പിയാക്കൾക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. കരഞ്ഞ് കരഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച ശക്തി പോയി. യാക്കൂബ് നബിയുടെ കാഴ്ചയില്ല, പിന്നെ കാണുന്നില്ല. അതിനിടയിൽ തന്റെ മകൻ ബിന്യാമീൻ എന്ന് പറയുന്ന മകനെയും നഷ്ടപ്പെട്ടു. പിന്നെ കരയാൻ കണ്ണീരെന്നില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരുപാട് പ്രയാസം സഹിച്ചു, ജയിലിൽ കിടക്കേണ്ടി വന്നു. തന്റെ ജ്യേഷ്ഠന്മാരെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കിണറ്റിലിട്ടു. ഇതൊരു കൊട്ടാരത്തിൽ നിന്ന് വീണ്ടും ജയിലിലേക്ക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗം സഹിച്ചതിന് കണക്കില്ല. 100 വയസ്സ് വരെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് പഠിച്ചോനെ ഒരു കുഞ്ഞിക്കാല് കാണിച്ചതാ. അല്ലാഹു തആല ആദ്യമായി മക്കൾ കൊടുക്കുന്നത് 100 വയസ്സിന്റെ ശേഷം. ആ കൊടുക്കുമ്പോ വീണ്ടും പ്രശ്നമായി. എന്താണ്? സ്വന്തം ഭാര്യയിൽ നിന്നുണ്ടായില്ല, അടിമ സ്ത്രീയിൽ നിന്നാണ് കുട്ടി ഉണ്ടായത്. ഭാര്യയായിരുന്നു സാറാ. ഹാജർ ബീവി അടിമ സ്ത്രീയാണ്, അടിമയാണ്. അതിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നത്. സാറാ ബീവിക്ക് കുട്ടി ഉണ്ടായില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഭാര്യ പ്രശ്നമാക്കിയപ്പോ അന്ന് അടിമ സ്ത്രീകളെ ഭാര്യമാരെ പോലെ തന്നെയാണ് അടിമ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അന്ന്. അപ്പോ പ്രശ്നമാക്കിയപ്പോ എന്താണ് അള്ളാഹുവിന്റെ പരിഹാരം? 2 പേരെയും കൊണ്ടുപോയി, അവര് ഫലസ്തീനിലാണ്, ഇബ്രാഹിം നബി ഫലസ്തീനിലാണ്. 2 പേരെയും കൊണ്ടുപോയി വിജനമായ മക്കയിൽ താമസിപ്പിക്കാൻ പറഞ്ഞു. ഫലസ്തീനിൽ നിന്ന് മക്കിട്ടുണ്ട്. ഹാജറിനെ അതേപോലെ 100 ചില്ലാനം വർഷം, 100 വയസ്സിന് ശേഷമാണല്ലോ കുട്ടി ഉണ്ടാവുന്നത്. ഒരുപാട് കാലം ദുആ ചെയ്ത് അള്ളാഹു കൊടുത്ത കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടുപോയിട്ട് ഒരു വിജനമായ സ്ഥലത്ത് താമസിപ്പിച്ചു. പിന്നെ ഭാര്യയും കാണാനില്ല, കുഞ്ഞിനും കാണാനില്ല. തിരിച്ചു വന്നു ഫലസ്തീനിലേക്ക്. പിന്നെ സാറാ ബീവിയുടെ കൂടെയാണ് ജീവിതം. തന്റെ കുഞ്ഞിന് എന്തിനാ ഇത്രകാലം ദ്വാരുന്ന കുഞ്ഞിനെ കാണാൻ, കുഞ്ഞിന്റെ കൂടെ ജീവിക്കാൻ. അവസാനം കുഞ്ഞായപ്പോ ഒഴിവാക്കാൻ പറഞ്ഞു. 2000 കിലോമീറ്റർ താണ്ടി പോയി അവിടെ താമസിപ്പിച്ചു, തിരിച്ചു വന്നു. അങ്ങനെ കുറെ കാലം കുഞ്ഞവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ആ സമയത്താണ് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത്. എന്താ? കുഞ്ഞിനെ അറുക്കണം. ഒരുപാട് തവണ കണ്ടപ്പോൾ അറുക്കാൻ തന്നെ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ തീരുമാനമാണ്, അറുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പോയി രണ്ടാമതും 2000 കിലോമീറ്റർ താണ്ടി പോകുമ്പോ ഇസ്മായിൽ എന്ന കുഞ്ഞങ്ങോട്ട് ഓടിച്ചാടി കളിക്കുന്ന ഓമനത്വം തോന്നുന്ന ആ പ്രായാണ്. فلما بلغ معه السعي قال يا إني أرى في المنام أني أذبحك. നിന്നെ അറുക്കാൻ അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. ഫൻദുർ മാദാ തറാ. കുഞ്ഞ് പറഞ്ഞു, ഉപ്പ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി, കുഴപ്പമില്ല. ഇതിനെയാണ് കൺകുളിർമയുള്ള കുഞ്ഞ് എന്ന് പറയുന്നത്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ സാലിഹീങ്ങളായ മക്കളെ തരണമെന്നാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത്. പഠിച്ചോൻ സാലിഹായ മക്കളെ കൊടുത്തു. ദുആ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ആൺകുഞ്ഞ് വേണം പെൺകുഞ്ഞ് വേണമെന്നില്ല. സ്വാലിഹീങ്ങളായ മക്കളെ തരണം റബ്ബേ എന്ന് ദുആ ചെയ്യണം. ഉപ്പാനെ കണ്ടിട്ട് പരിചയം പോലില്ല ഈ കുഞ്ഞിന്, ഇസ്മായിലിന്. 4-5 വർഷം മക്കയിൽ ഉമ്മാന്റെ കൂടെ ജീവിച്ചൊരു കുഞ്ഞിന് ആദ്യമായിട്ട് ഇബ്രാഹിം നബി കാണാൻ പോണത് എന്റെ ഉപ്പയാണ്. ഉപ്പ വരുന്നതിനാ? ഓമനിക്കാനല്ല, അറുക്കാനാ. ഇങ്ങനെയുണ്ടൊരു ഭീകരനായ പിതാവ്. അങ്ങനെയല്ലേ ചിന്തിക്കുക ഏതൊരു കുഞ്ഞായാലും. ആ കുഞ്ഞെന്താണ്? ഫൻദുർ മാദാ തറാ. നിങ്ങൾ അല്ലാഹ് അറുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുത്തോളൂ. നമ്മുടെയൊക്കെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ മക്കളൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് കൊടുത്താൽ, ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ, A+ ഒക്കെ വാങ്ങിച്ച് വിജയിച്ചൊരു സമ്മാനം കൊടുത്തില്ലെങ്കിൽ മക്കൾ വീട്ടിലുള്ള ടിവിയും ഫ്രിഡ്ജൊക്കെ എറിഞ്ഞു പൊട്ടിക്കും. മാതാവിന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ കുറവാണ്. എന്നാൽ ഇത് അറുക്കാനാ പറയുന്നത്. ഫൻദുർ മാദാ തറാ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ ക്ഷമിച്ചോളാം. ഇങ്ങനെയുള്ള സാലിഹീങ്ങളായ മക്കളെ കിട്ടാൻ ദുആ ചെയ്ത് അങ്ങനെ അല്ലാഹു അത് കൊടുത്തു. അറുക്കാൻ പോയി.
അറുക്കാൻ പോയപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിയെ പരീക്ഷണത്തിൽ വിജയിപ്പിച്ചു, പകരം ആടിനെ കൊടുത്തു. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി തിരിച്ചു പോവാണ്. എന്നിട്ടും മകന്റെയും ഭാര്യയുടെയും കൂടെ ജീവിക്കാൻ അവസരമില്ല. പിന്നെ വരുന്നത് ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായി, ഇസ്മായിൽ നബി ചെറുപ്പക്കാരനായി. അപ്പൊ വരുന്നതിനാ കഅബ നിർമ്മിക്കാനാ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ നിർമ്മിക്കുകയാണ്. പിന്നെ മൂന്നാമത് വരുന്നത് ഈ കഅബ നിർമ്മിക്കാനാ. കഅബ നിർമ്മിച്ച് തിരിച്ചുപോയി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മക്കയിൽ കാണാം മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കല്ല്. സത്യത്തില് പേർഷ്യൻ നിർമ്മിതമായ കാർപ്പറ്റ്. ആ കാർപ്പറ്റിൽ സുജൂദ് ചെയ്തിട്ട് നമ്മുടെ നെറ്റിയിലാണ് തേമ്പുണ്ടാവല്, അല്ലെ? നിസ്കരിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് തേമ്പ് കാണാൻ പറ്റും. നിസ്കരിക്കുന്ന കല്ലിലോ ഇരുമ്പിലോ ഒന്നുമല്ല, കാർപ്പറ്റിൽ, നല്ല സോഫ്റ്റ് ആയ കാർപ്പറ്റിൽ നിസ്കരിച്ചിട്ട് ഒരേ ആളുകൾക്ക് നെറ്റിയിൽ തേമ്പ് കാണും. അപ്പൊ സത്യത്തിൽ ഒരു പാറ ചവിട്ടിയാൽ നമ്മുടെ കാലിലാണ് തേമ്പ് ഉണ്ടാവേണ്ടത്. ഇത് പാറയിൽ തേമ്പുണ്ടായി, അല്ലെ? നമ്മളൊരു പാറയിൽ നിരന്തരമായിട്ട് നടന്നാൽ കാലിലാണ് തേമ്പ് ഉണ്ടാവുക. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഒരു തേമ്പ് ഉണ്ടാവും, നിരന്തരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ. പിന്നെ പിക്കാസും കൈക്കോട്ടൊക്കെ പിടിക്കുന്ന ആളുകൾക്ക് ഇവിടെയൊക്കെ തേമ്പുണ്ടാവും. ജിമ്മിന് പോകുന്ന ആളുകൾക്ക് ഇവിടെയൊക്കെ തേമ്പുണ്ടാവും. അപ്പോ നമ്മള് ഇങ്ങോട്ടാണ് തേമ്പുണ്ടാവല്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പാറയിൽ കയറിയപ്പോ പാറയിൽ തേമ്പുണ്ടായി. കഅബ നിർമ്മിക്കാൻ വേണ്ടി കയറിയ കല്ലാണ് അവിടെ വെച്ചിരിക്കുന്നത്, വലിയ സ്വർണത്തിന്റെ കൂട്ടിലിട്ട് വെച്ചിരിക്കുന്നത്. കഅബ നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലാണ്. ആ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. മുകളിലേക്ക് പോകുന്ന സമയമാകുമ്പോൾ ലിഫ്റ്റ് പോലെ അത് പൊങ്ങും. ലിഫ്റ്റൊക്കെ ഇന്നലെ കണ്ടുപിടിച്ച്, ഇതൊക്കെ BC-യിലത്തെ കാര്യമാണ്, BC-യിൽ സംഭവിച്ച കാര്യങ്ങളാണ്. കല്ല് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങും, താഴോട്ട് വരുമ്പോ കല്ലിങ്ങനെ താഴും. അതാണ് ആ കല്ലിന്റെ പ്രത്യേകത. ആ കല്ലിൽ കയറിയിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്നത്. അപ്പൊ ഈ കാലിനെ ഒരു അടയാളമാക്കണം എന്ന് അള്ളാഹ്ക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്തേ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി 10,000 കിലോമീറ്റർ മക്കയിലേക്ക് നടന്ന കാലാണ്. ആ കാലിന്റെ ഒരു അടയാളം മക്കയിലുണ്ടാണ്. മക്കയിലേക്ക് 10,000 കിലോമീറ്റർ നടന്നൊരു കാലാണിത്. 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ മക്കയിലേക്ക് നടന്ന ഒരു കാല് ലോക ജനസംഖ്യ, ലോകത്തുള്ള എല്ലാ ജനസമക്ഷം ആളുകൾ കാണാൻ ഒരടയാളമായി, ഒരു ഓർമ്മയായി അള്ളാഹു അവിടെ ചരിത്രമായി അവിടെ ബാക്കി വെച്ചിരിക്കുകയാണ്. ആ കാല് വെറുതെ അല്ല. ആ കാല് കാണാത്തവരില്ല. ഉംറക്ക് പോയാൽ ആ കാല് കാണാത്തവരില്ല. ഹജ്ജിന് പോയാൽ ആ കാല് കാണാത്തവരില്ല. അതിനെ തൊട്ടുമുട്ടാത്തവരില്ല. അതിന്റെ മുമ്പിൽ വെച്ച് സുജൂദ് ചെയ്യാത്തവരില്ല. ആ കാലിന് മുമ്പിൽ വെച്ചാ സുജൂദ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച അതേ മതം തന്നെയാണ് ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് പറയുന്നത്. മഖാം ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം നബിയുടെ മഖാം, കാൽപാദം നിങ്ങളൊരു മുസല്ലയാക്കണം, സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കണം. അപ്പൊ എന്തിനാണ് ആ കല്ല് അവിടെ? കാലെന്തിനാ വെച്ചെന്ന് വെച്ചാല് ഒരു മനുഷ്യന് ഇരുമ്പിലോ പാറയിലോ കയറിയ ഒരിക്കലും അവിടെ നിന്നുണ്ടാവില്ല, പാറയില് അടയാളം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. കാലിന്റെ അടയാളം പാറയിൽ പതിഞ്ഞു. 2 കാലുകൾ പാറയിൽ പതിഞ്ഞു. ആ പാറയിൽ പതിഞ്ഞത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹു പതിപ്പിച്ചതാണ്. കാരണം എന്തേ? 20,000 കിലോമീറ്റർ മക്കയിലേക്ക് നടന്ന കാലം. ഫലസ്തീനിൽ നിന്ന് ആദ്യം വന്നത് ഭാര്യയും മകനെയും കൊണ്ടാക്കാൻ 2,000, റിട്ടേൺ 2,000, 4,000. രണ്ടാമത് വന്നത് മകൻ അറുക്കാൻ 2,000, റിട്ടേൺ 2,000, 8,000 ടോട്ടൽ. മൂന്നാമത് വന്നത് കഅബ നിർമ്മിക്കാൻ, തിരിച്ചുപോക്ക് 4,000, ടോട്ടൽ 12,000. പിന്നെ വരുന്നത് ഇസ്മായിൽ നബിയുടെ ഒന്നാമത്തെ ഭാര്യയെ തൊലാക്ക് ചെല്ലിപ്പിക്കാൻ, ഡിവേഴ്സ് ചെയ്യിപ്പിക്കാൻ. കാരണം തന്റെ മകന് പറ്റിയ ഭാര്യയല്ലത്. കാരണം ആ ഭാര്യയിൽ നിന്നാണ് നബിത്തങ്ങൾ ജനിക്കേണ്ടത്. അപ്പൊ നല്ല ഭാര്യയല്ല, അതുകൊണ്ട് ഈ ഭാര്യ ഇങ്ങനെ ഒഴിവാക്കണം. അങ്ങനെയാണ് നാലാമത്തെ വരവ് മക്കയിലേക്ക് വരുന്നത്. 2,000 കിലോമീറ്റർ നടന്നിട്ടാ വരുന്നത്. അങ്ങനെ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലെത്തിയപ്പോ ഇസ്മായിൽ അവിടെ ഇല്ല. ഇസ്മായിൽ നബി മക്കയിലില്ല, വീട്ടിലില്ല, വേറെ എവിടെ പോയിരിക്കാണ്. അന്നൊക്കെ വീട്ടിൽ നിന്ന് പോയി എപ്പോ തിരിച്ചു വരും എന്നറിയില്ല. അപ്പൊ ഭാര്യയെ കണ്ടു. ഭാര്യയോട് ചോദിച്ചു, ഇവിടെ ഭർത്താവ് പുറത്തു പോയിരിക്കാണ്.
എങ്ങനെയുണ്ട് വീടിന്റെ കാര്യങ്ങള്, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ? പെണ്ണൊരുപാട് പരാതി പറഞ്ഞു. ഏതോ താടിക്ക് വെച്ച് വരുന്ന ആളെ കണ്ടപ്പോൾ വിചാരിച്ചു ഏതോ എന്തെങ്കിലും നമ്മുടെ ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവരോടൊക്കെ പറഞ്ഞെന്തെങ്കിലും ശരിയാവെന്ന് പറഞ്ഞു. ഉമ്മമാര് പലതും പറയില്ലേ, ഉസ്താമാരും തങ്ങന്മാരൊക്കെ വന്നാൽ ഉസ്താമാരോട് തങ്ങന്മാരോടൊക്കെ ഭയങ്കര ബേജാറ്. ഉസ്താദെ ഭയങ്കര ബേജാറാണ്, വീട്ടിൽ ജോലിയില്ല, മക്കൾക്ക് ജോലിയില്ല, ഉപ്പാക്ക് ജോലിയില്ല, ഇവിടെ ഇപ്പോൾ രോഗം തന്നെയാണ്, നടുവേദന മുട്ടുവേദന ഒന്നും മാറുന്നില്ല എന്നൊക്കെ വെറുതെ കണ്ട് ഉസ്താമാരോടൊക്കെ പറയും, തങ്ങന്മാരോടും പറയും. അത് നല്ലതല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതികളാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മുടെ ബേജാറും പരിഭവങ്ങളും കണ്ട ആളുകളോടൊക്കെ പറയരുത്. തങ്ങന്മാരായാലും ഉസ്താദുമാരായാലും ദ്വാരക്കാൻ പറയാം, എല്ലാം ഖൈറാൻ വേണ്ടി ഇത്രണ്ട്. എന്താ പറയേണ്ടത്? നിങ്ങൾ ദ്വാരക്കണം കേട്ടോ, ദുനിയാവും ആഖിറം വിളിച്ചാൻ വേണ്ടി ദ്വാരക്കാൻ പറയും. അതല്ലാതെ വീട്ടിലെ പരാതി, ഭർത്താവിന് ജോലിയില്ല, മക്കൾക്ക് ജോലിയില്ല, നടുവേദന, മുട്ടുവേദന, ക്ഷീണം, പട്ടിണി, വേജാറ്, പരിവട്ടം, ഇതൊന്നും ആരോട് പറഞ്ഞുകൂടാന്നോ? ഇങ്ങനെ പറയുന്നത് ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണമില്ലെന്നാണ്. പല്ലിന് നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പല്ലിനൊരു വേദന ഉണ്ടായി, അസഹനീയമായ വേദന ഉണ്ടായി. പക്ഷെ ആരും അറിഞ്ഞില്ല, ആരോട് പറഞ്ഞില്ല. നബി തങ്ങളുടെ തണലായി, നിഴലായി, സിദ്ദീഖ് കേ ലിയേ ഖുദാ കേ റസൂൽ ബസ്. പക്ഷികൾ, ഈയാംപാറ്റകൾ വിളക്കിന്റെ മുന്നിൽ പാറുന്നത് പോലെ, തേനീച്ചകൾ തേനിന്റെ മുന്നിൽ ചുറ്റുന്നത് പോലെ, മധുരമുള്ളടത്ത് ഉറുമ്പുകൾ വരുന്നത് പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തന്റെ ഹബീബിനോട് പോലും തന്റെ പല്ലിന്റെ വേദന പറഞ്ഞില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളോട് ചോദിക്കണം, പല്ലിന്റെ വേദന മാറിയോ? നബി തങ്ങൾക്ക് അറിയില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ പല്ലിന് വേദന ഉണ്ടായിരുന്നോ? ജിബ്രീൽ അലൈഹിസ്സലാം മാറിയോന്ന് ചോദിച്ചു. മാറി. അപ്പൊ എന്ത് എന്നോട് പറയാത്ത? അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, കൈഫ അഷ്കൂ അനിൽ ഹബീബ് ഇലൽ ഹബീബ്. എന്റെ ഒരു സ്നേഹിതനാണ് അല്ലാഹു, രോഗം തരുന്നത് പടച്ചോനാണ്, അല്ലെ? പല്ലിന് അസുഖം തരുന്നത് എന്റെ സ്നേഹിതനായ റബ്ബാണ്. ഈ സ്നേഹിതനായ അല്ലാഹു തന്നൊരു ബേജാറ്, ഒരു പരീക്ഷണം, എന്റെ മറ്റൊരു സ്നേഹിതനോട് ഞാൻ എങ്ങനെ കംപ്ലൈന്റ് പറയും? അല്ല എന്റെ സ്നേഹിതനാണ്. അല്ല ശത്രുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയായിരുന്നു. അല്ല എന്റെ ആ സ്നേഹിതൻ ഒരു കാര്യത്തെ ഞാൻ മറ്റൊരാളോട് എങ്ങനെ പറയും? ഒരു സുഹൃത്ത് പറഞ്ഞൊരു രഹസ്യം മറ്റൊരു സുഹൃത്തിനോട് എങ്ങനെ പറയും? എന്റെ ബേജാറ് ഞാൻ എങ്ങനെയാ പറയാ? അള്ളാഹു തന്നൊരു സ്നേഹിതനാണ് റബ്ബ്. ആ റബ്ബ് തന്ന പരീക്ഷണം നബിയെ ഞാൻ നിങ്ങളോട് എങ്ങനെയാ പറയാ? ഞാൻ മറച്ചു വെച്ചു. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രാരാബ്ദങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, എല്ലാവരുടെ മുമ്പിലും പറയാനുള്ളതല്ല. ഒരു ഡോക്ടറെ മുമ്പിൽ വിറ്റ് ബേജാറ് പറയാം. അപ്പൊ ഇങ്ങനെ അസുഖമുണ്ട്, വീട്ടിൽ ബേജാറല്ല, ഇവിടെ പനിയുണ്ട്, ഇവിടെ വേദനയുണ്ട്, പനിയുണ്ട്, മുട്ടുവേദന, അതൊക്കെ പറയാം. അതല്ലാതെ വീട്ടിലേക്ക് ആളുകളോടൊക്കെ നമ്മുടെ ബേജാറും പരിവട്ടവും പ്രാരാബ്ദങ്ങളും ടെൻഷനൊന്നും പറയരുത്. ദ്വാരക്കാൻ പറയാം, അത്രേ ഉള്ളൂ. കണ്ട ദ്വാരക്കണം, തങ്ങന്മാരെ കണ്ട ദ്വാരക്കണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ തുറന്നു വരേണ്ട ആവശ്യമില്ല. പരീക്ഷയിൽ പാസ്സാണ്, അത് ബേജാറല്ല. പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടി ദ്വാരക്കണം, അങ്ങനെയൊക്കെ പറയാം. വീടെടുക്കുന്നുണ്ട് ഉസ്താദിന് പെട്ടെന്നാവാൻ വേണ്ടി ദ്വാരക്കണം, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അന്ന് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം, അങ്ങനെയൊക്കെ പറയാം. അതല്ലാതെ നമ്മുടെ ബേജാറും പരിവട്ടവും ദുഃഖവും പ്രാരാബ്ദങ്ങളെല്ലാം വിഷമങ്ങളെല്ലാം കണ്ട ആളുകളോട് ആരോടും പറയരുത്. അതൊക്കെ റബ്ബിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. എല്ലാം തരുന്നത് അല്ലാഹുവാണ്. അത് നമ്മൾക്ക് ആദ്യം വിശ്വാസം ഉണ്ടാണ്. അസുഖം തരുന്നത് പടച്ചോനാണ്, ഭക്ഷണം തരുന്നത് അല്ലാഹുവാണ്, പട്ടിണി തരുന്നതും അല്ലാഹുവാണ്, മരുന്ന് തരുന്നതും അല്ലാഹുവാണ്, രോഗം തരുന്നതും അല്ലാഹുവാണ്, ദാഹം തരുന്നതും അല്ലാഹുവാണ്, വെള്ളം തരുന്നതും റബ്ബാണ്. അപ്പൊ ആ റബ്ബിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അത് മറ്റുള്ളവരോട് പറയുന്നവരാകരുത്. അങ്ങനെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇല്ലാത്ത സമയത്ത് ഇബ്രാഹിം നബിയുടെ 4ാമത്തെ വരവ്, ടോട്ടൽ 16,000 കിലോമീറ്ററായി നടന്നു വരുന്നു. മകനില്ല, ബേജാറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എപ്പോഴും പട്ടിണി തന്നെയാണ്, ബേജാർ തന്നെയാണ്, വീട്ടിൽ അടുപ്പത്ത് ചേരപായാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണല്ലേ. എന്നാ ഭർത്താവ് വന്നാല് വീടിന്റെ ഉമ്മറപ്പടി ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞേക്ക്, വല്ല ശരിയായിക്കോളും എന്ന് പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നു, ഭാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യ തൊലാഖില്ല. എന്തിനാ തൊലാഖില്ലെന്ന്? വന്നത് എന്റെ പിതാവാണ്, നീ എനിക്ക് പറ്റൂല, എന്റെ ഭാര്യയാവാൻ നീ യോഗ്യതയല്ല. ദീനുള്ള പെണ്ണുണ്ടാകുമ്പോഴാണ് നല്ല മക്കൾ ഉണ്ടാകുന്നത്.
അള്ളാഹുവിനെ പേടിയുള്ള ഉമ്മമാരുണ്ടാകുമ്പോഴാണ് നല്ല മക്കളുണ്ടാകുന്നത്. ഇപ്പൊ അള്ളാഹിനെ പേടിയുള്ള ഒരു ഭാര്യയല്ല, അള്ളാഹിനെ പേടിയുള്ള ഒരു ഉമ്മയല്ല എന്ന് മനസ്സിലായപ്പോ തൊലാക്കല്ലിച്ചു. അങ്ങനെ 16,000 കിലോമീറ്ററായി. പിന്നെ 5ാമത്തെ വരവ് വരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശോധിക്കാൻ വേണ്ടി. ആരാണ് ഭാര്യ? നോക്കുമ്പോ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇസ്മായിൽ നബി അപ്പോഴും വീട്ടിലില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വീട്ടിലില്ലാത്ത സമയത്താണ് വരുന്നത്. ഇവിടെ ഭർത്താവ് പുറത്തു പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വീടിന്റെ കാര്യം? അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞു. വളരെ സന്തോഷം. 2 കാലും 2 കൈയും അല്ലാഹു തന്നിട്ട് ഒരു കാലല്ലേ അല്ലാഹു കൊണ്ടുപോയത്. അൽഹംദുലില്ലാഹ് ഇത് പറഞ്ഞു മഹാനായ ജുബൈർ, മുത്അഇം ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. മഹാനായ ജുബൈർ ഇബ്നുൽ അവ്വാം, മുത്അഇം ഇബ്നു ജുബൈർ തങ്ങൾ 2 കാല് മുറിച്ചു മാറ്റി. ക്യാൻസർ വന്നിട്ട് കാല് മുറിച്ചു മാറ്റി. നിസ്കരിക്കുമ്പോൾ കാല് മുറിക്കാൻ പറഞ്ഞു. നിസ്കാരത്തിൽ ഞാൻ കയറിയിട്ട് ഞാൻ സൈലന്റ് ആയാൽ, നിസ്കാരത്തിൽ ഞാൻ വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ എന്റെ കാല് മുറിച്ചോളി എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങള് കള്ളു കുടിപ്പിച്ചിട്ട് മത്ത് പിടിപ്പിച്ചിട്ട് വേണ്ട, അനസ്തേഷ്യ വേണ്ട, ലഹരി ഉപയോഗിച്ചിട്ടുള്ള മയക്കം വേണ്ട, ഞാൻ നിസ്കരിക്കുമ്പോ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ജുബൈർ റളിയല്ലാഹു അൻഹു, പേര് കൺഫ്യൂഷൻ ഉണ്ട്, മഹാനായ ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അങ്ങനെ അബോധാവസ്ഥയിൽ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ എന്ന് പറഞ്ഞ് ബോധം കെട്ടു വീണു. അങ്ങനെ ബോധം കെട്ടു വീണ് അദ്ദേഹം അബോധാവസ്ഥയിൽ നിന്ന് എണീറ്റപ്പോഴാണ് വലിയൊരു ദുരന്ത വാർത്ത അറിയുന്നത്. അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു. 4 മക്കളിൽ ഒരാളെ ഒട്ടകമതിന്റെ പുറത്ത് നിന്ന് താഴെയിട്ട് ചവിട്ടിക്കൊന്നു. 4 മക്കളിൽ ഒരാളെ ഒട്ടകമതിന്റെ പുറത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പുറത്തുനിന്ന് കുടഞ്ഞ് താഴെയിട്ട് ചവിട്ടിക്കൊന്നു. ഒട്ടകത്തിന്റെ കുതിരയുടെ ഒക്കെ ചവിട്ട് ഭയങ്കര സ്ട്രോങ്. കുതിരയുടെ ബാക്കിൽ നിൽക്കരുതെന്ന ട്രെയിനേഴ്സ് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മുമ്പിൽ എന്ത് ചെയ്താലും കുതിരക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുതിരയുടെ ബാക്കിൽ ഒരു കാരണവശാലും കുതിരയുടെ ബാക്കിൽ നിൽക്കും. ഒറ്റ ചവിട്ടായിരിക്കും. നല്ല പരിക്കുണ്ടാവും, നല്ല പവർഫുൾ ആയിരിക്കും. വോയിസ് പവർ എന്നൊക്കെ പറയില്ലേ, കുതിരയുടെ ചവിട്ടിനും നല്ല കിൻഡൽ പവർ ഉണ്ടാവും. അപ്പൊ കുതിരയും ഒട്ടകൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ചവിട്ടിക്കൊന്നു. എങ്ങനെ ഇത് ഇദ്ദേഹത്തോട് പറയും? ഇല്ലെങ്കിൽ കാല് മുറിഞ്ഞ് ബേജാറില്ല. ഇനിയിപ്പോ മക്കൾ മരിച്ച കാര്യം ഇങ്ങനെ പറയും. അങ്ങനെ ആരൊരാൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മഹാനായ അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലാഹുവിനാണ്. 4 അവയവങ്ങൾ തന്നിട്ട് ഒന്നല്ലേ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയത്? 2 കാലുണ്ട്, 2 കൈയുണ്ട്, അതിന് ഒന്നല്ലേ പഠിച്ചു കൊണ്ടുപോയത്? 4 മക്കളെ തന്നിട്ട് അല്ലാഹു ഒരാളെയല്ലേ കൊണ്ടുപോയത്? 3 ഇവിടെ ബാക്കിയുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു 4 ആളെ കൊണ്ടായാലും 2 കാലും 2 കൈയും അല്ലാഹു കൊണ്ടായാലും അല്ലാഹു അതും സാധിക്കുമല്ലോ. ഈ ക്യാൻസർ 2 കാലിലേക്ക് തന്നൂടെ? അങ്ങനെ 2 കാലം മുറിച്ചു മാറ്റിക്കൂടെ? 2 കൈ മുറിച്ചു മാറ്റിക്കൂടെ? നമ്മൾ തന്നെ കൊണ്ടുപോയിക്കൂടെ? 4 മക്കളെയും കൊണ്ടുപോയിക്കൂടെ? വലിയൊരു ദുരന്തം വന്നു, ഒരു മിന്നലേറ്റോ അല്ലെങ്കിൽ വല്ല വേറെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി, സുഖം വന്നു, 4 ആളെ കൊണ്ടുപോയിക്കൂടെ? ഇതൊന്നും കൊണ്ടുപോയില്ലല്ലോ. അല്ലാഹു അത്ര കാരുണ്യവാനാണ്. 4 ആളുണ്ടായിട്ട് ഒരാളെയല്ലേ അല്ലാഹു കൊണ്ടുപോയത്? 3 ആള് ബാക്കിയുണ്ട്. അൽഹംദുലില്ലാഹ്. 4 അവയവങ്ങൾ ഉണ്ടായിട്ട് 1 കാലല്ലേ മുറിക്കേണ്ടി വന്നത്? അൽഹംദുലില്ലാഹ്. ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ശൈലിയാവേണ്ടത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാകണം നമ്മൾ ഇന്ന് അങ്ങനെയല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ വാങ്ങുന്നവരാണ്. സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ കണ്ടിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിക്കൂട്ടുന്നുണ്ട്, അല്ലേ? ഓൺലൈനിൽ വെറുതെ കാണിക്കും 50% ഓഫർ. ഈ 50% ഓഫറൊക്കെ കാണിക്കുന്നത് നമ്മൾ ലാഭമാണ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണെങ്കിലും സത്യത്തിൽ നമ്മൾക്കത് നഷ്ടമാണ്. ആ ഒരു സാധനം നമുക്ക് ആവശ്യം തന്നെ ഇല്ലാത്തതാണ്. ഒരു ഷൂ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഷൂ ഉണ്ട്, രണ്ടാമതൊരു ഷൂ നമ്മൾ കാണാൻ, അപ്പൊ 50% ഓഫർ. അപ്പൊ നമ്മൾ 5000 രൂപയുള്ള ഒരു ഷൂ 2500 കിട്ടലെന്ന് വാങ്ങാം. സത്യത്തിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനത്തിന് നമ്മൾ 2500 രൂപ കൊടുത്തു. നമ്മൾക്കത് നഷ്ടമാണ്, ലാഭമല്ല. ആ ഓഫർ ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങൂല. നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ലാഭമാണ്, രസത്തിൽ 2500 നഷ്ടമാണത്.
എന്നാലിന്നൊരു ജീനിട്ടാ നീ ഭയങ്കര ലുക്കാണ് എന്ന് ആര് പറയും? സോഷ്യൽ മീഡിയ പറയും. നമ്മളത് അങ്ങോട്ട് വാങ്ങിക്കും. എന്നാലിന്നതിന് ഇത്ര ഓഫർ, 4 എണ്ണം വാങ്ങുമ്പോൾ ഇത്ര ഓഫറാണ്, നമ്മളത് വാങ്ങിക്കും. സത്യത്തിൽ നമ്മൾക്ക് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. പരസ്യങ്ങൾ നമ്മളെ പറ്റിക്കുകയാണ്. നമ്മൾ തീരുമാനിക്കണം വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. അതാണ് മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങളുടെ കുത്തൊഴുക്കുള്ള സമയം പ്രിയപ്പെട്ടവരെ നമ്മളോട് ചോദിക്കണം വാട്ട് യു വാണ്ട് വേഴ്സസ് വാട്ട് യു നീഡ്. എന്താണ് നിന്റെ നീഡ്, എന്താണ് നിന്റെ വാണ്ട്? എന്താ നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഉച്ചയ്ക്ക് വിശക്കുമ്പോ കഴിക്കുന്ന ചോറ് അത് നീഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് വാണ്ടാണ്, അത് ഒഴിവാക്കാം. അത് കഴിഞ്ഞ് കഴിക്കുന്ന ഐസ്ക്രീം വാണ്ടാണ്, അത് ഒഴിവാക്കാം. ഒരു ചെരുപ്പ് എന്നുള്ളത് നീഡാണ്, രണ്ടാമത്തത് വാണ്ടാണ്, നമ്മൾക്ക് അത് ഒഴിവാക്കാം. ധരിക്കാനുള്ള ചുരിദാറായാലും പാൻ്റായാലും ടീഷർട്ടായാലും 2, 3, 4 എണ്ണൊക്കെ നീഡാണ്, അതിനപ്പുറത്തേക്ക് അത് വാണ്ടാണ്. പെരുന്നാളിന് ഒരു ചുരിദാർ അത് നീഡാണ്, മറ്റത് വാണ്ടാണ്. ഇപ്പൊ നീഡാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണം, കയ്യിൽ പൈസ ഒന്നുമില്ല, നല്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു തൊഴിലാളി, അയാള് ആകെയുള്ളത് 50 രൂപയാണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ. അയാൾ പോയിട്ട് ഐസ്ക്രീം തിന്നു, അയാൾ പോയിട്ട് കുർക്കുറെ വാങ്ങുമോ, അയാൾ പോയിട്ട് ലേസ് വാങ്ങുമോ? പൈസ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങും? ഇല്ല, അയാൾക്ക് എന്താണ്? അയാളുടെ വിശപ്പ് മാറ്റണം. അപ്പൊ അയാൾ 50 രൂപയ്ക്ക് വേറെ നിറയെ കിട്ടുന്ന ചോറ് എവിടെയാണ്? ചോറും സാമ്പാറൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് ചോറ് കഴിക്കൂല അയാൾ. അല്ലാതെ കുർക്കുറയും ഐസ്ക്രീമും ലൈസൊന്നും വാങ്ങാൻ നിൽക്കൂല. അയാൾക്ക് നീഡ് ചോറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയിലൂടെ പരസ്യങ്ങൾ കണ്ട് വഞ്ചിതരാവരുത്. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നീ ഭയങ്കര സെക്സി ആയിരിക്കും, ഈ ടീഷർട്ട് വെച്ചാൽ നീ ഭയങ്കര ഫിറ്റ് ആയിരിക്കും, നല്ല ബോഡി ബിൽഡറെ പോലെ തന്നെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് പരസ്യങ്ങൾ ഉണ്ടാവുക. ഈ ജീനിട്ടാല് നീ ഇങ്ങനെ സിനിമ നടനെ പോലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഷാറുഖ് ഖാനെ പോലെ ഉണ്ടാവും ഇങ്ങനെ ഇതിട്ടാല്, അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ പോലെ ഉണ്ടാവും, സലീം കുമാറിനെ പോലെ പോലും ഉണ്ടാവില്ല സത്യത്തിൽ നമ്മൾ ഇട്ടാലേ. പക്ഷെ പരസ്യങ്ങൾ പറയുന്നത് കണ്ടിട്ട് നമ്മളിതൊക്കെ വാങ്ങിച്ചു കൂട്ടും. പൈസ ആരുടേതാ പോകുന്നത്? നമ്മളുടേതാണ്. അപ്പോൾ വാട്ട് യു നീഡ് വേഴ്സസ് വാട്ട് യു വാണ്ട്. നമ്മൾക്ക് നീഡ് ഏതാണ് എന്ന് തിരിച്ചറിയണം. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കണം. മറ്റുള്ളതൊക്കെ നമ്മൾ ആ വാട്ട് യു വാണ്ട് എന്നത് നമ്മൾ ഇതെനിക്ക് ആവശ്യമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പൈസ ബാക്കിയാവുക. മുതലാളിമാരായത് ഇങ്ങനെ ദൂർത്തടിച്ചിട്ടല്ല, പൈസക്ക് സേവ് ചെയ്തിട്ടാണ്. ആവശ്യമില്ലാത്ത പണമൊക്കെ സേവ് ചെയ്യാൻ നമ്മൾക്കറിയണം. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചെലവഴിക്കരുത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്നത് തൃപ്തിപ്പെടാൻ നമ്മൾക്ക് കഴിയണം. എന്താണെങ്കിലും അല്ലാഹു തരുന്നത് തൃപ്തിപ്പെടാൻ കഴിയും. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആ ഒരു ഖനാഅത്തും തൃപ്തിപ്പെടുന്നതും നമ്മൾക്ക് പോയി. സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. സംഘികൾ എപ്പോഴും സംഘികൾ തന്നെ ആയിരിക്കും, അവരൊരിക്കലും മാറൂല. എന്തുകൊണ്ട്? അവരുടെ ഇൻസ്റ്റാഗ്രാമിലും അവരുടെ ഫേസ്ബുക്കിലും അവർക്ക് നിരന്തരമായി വരുന്ന വീഡിയോസ് ഇസ്ലാമിക വിരുദ്ധമായിരിക്കും. അവർ കാണുന്നതൊക്കെ ഇസ്ലാമിനോട് വെറുപ്പ് തോന്നിക്കുന്ന വീഡിയോ ആണ്. ഇപ്പൊ നമ്മള് IPL ഒക്കെ കാണുന്ന ആളുകൾ, IPL ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ അത്തരം സെർച്ചുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അതിന്റെ ഫീഡിൽ നിറയെ IPLന്റെ കുറെ ഫോട്ടോകൾ, കുറെ വീഡിയോകൾ, കുറെ ഇമേജുകൾ, കുറെ ടെക്സ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരാം. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. IPL കഴിയുന്നത് വരെ നിറയെ IPL ആയിരിക്കും. എന്നാൽ ഈ സംഘികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിക വിരുദ്ധമായ ഒരു പോസ്റ്റ് കണ്ടാൽ പിന്നെ അടുത്തത് കാണുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ്. പിന്നെ അതിനോട് ചേർന്ന് പിന്നെ എന്താണോ നമ്മുടെ ഇൻട്രസ്റ്റ്, എന്താണോ നമ്മുടെ താല്പര്യം, അതാണ് വീണ്ടും വീണ്ടും നമ്മൾക്ക് തരാം. അപ്പോൾ സ്വാഭാവികമായി ഈ സംഘികളായ ആളുകൾ അവർ മരിക്കുന്നത് വരെ സംഘികൾ തന്നെ ആയിരിക്കും. അവർക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ വരെ മാറ്റൂല. എന്നാ അവിടെ എത്ര പിടിച്ചെന്ന് പറഞ്ഞ് പുതിയത് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഈ വെറുപ്പുൽപാദിച്ച് മുസ്ലിമീങ്ങളോടുള്ള അമിതമായ വെറുപ്പും മറപ്പും ദേഷ്യവും പ്രതികാരവും വെച്ചവര് മരിക്കുന്നത് വരെ ജീവിക്കും. അതിനിടയിൽ ആരെങ്കിലും കണ്ട കൊല്ലാനൊരു മടി ഉണ്ടാവില്ല. കാരണം എന്തേ? നിരന്തരമായ അവരുടെ ഫീഡുകളിൽ കാണുന്നത് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള വർഗീയതയാണ്. ഇതാണ് സോഷ്യൽ മീഡിയയുടെ പ്രശ്നം. കളി കാണുന്നവർക്ക് എപ്പോഴും കളിയായിരിക്കും അവരുടെ ഫീഡുകളിൽ. അനാവശ്യമായ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ അവരുടെ ഫീഡുകളിൽ നിറയെ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. സോഷ്യൽ മീഡിയ ഒരിക്കലും ഇയാൾ കുറേ സെക്സ് കണ്ടില്ലേ, ഇനി ഇങ്ങനെ കുറച്ച് നല്ലത് കൊടുക്കാന്ന് സോഷ്യൽ മീഡിയ വിചാരിക്കൂല. ഇയാൾ കുറെ വർഗീയത കണ്ടില്ലേ, കുറച്ച് ഫാക്ട് കൊടുക്കാന്ന് ഫേസ്ബുക്കോ വാട്സപ്പോ വിചാരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കണം. സുക്കർബർഗിന്റേതോ
എലോൺ മസ്കിന്റെയോ കയ്യിലാവരുത് നമ്മുടെ നിയന്ത്രണം. നമ്മുടെ നിയന്ത്രണം നമ്മുടേതായിരിക്കണം. നമ്മുടെ സമയം, നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളാണ് റീചാർജ് ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് വരണം. സുക്കർബർഗ് ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് വരാൻ പാടില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് വരണം. നമ്മൾക്ക് പിന്നെ ന്യൂസ് ആണ് വേണ്ടതെങ്കിൽ ആവശ്യമുള്ള ന്യൂസ്, പഠനാർഹമായ വിഷയങ്ങളാണെങ്കിൽ പഠനാർഹമായ വീഡിയോകൾ. അപ്പൊ നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്ത സ്പോർട്സ് ഒരാൾക്ക് ഇൻട്രസ്റ്റഡ് അല്ല, നിരന്തരമായി നിങ്ങളുടെ ഫീഡിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ 3 പുള്ളിക്കുത്തിൽ ക്ലിക്ക് ചെയ്താൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കാണും, ഒന്ന് കൊടുത്താൽ മതി. സെക്ഷൽ വീഡിയോകൾ നമ്മൾക്ക് നിരന്തരമായി വരികയാണെങ്കിൽ നമ്മളവിടെ പുള്ളിക്കുത്തിൽ പോയിട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്ത് 4-5 തവണ കൊടുത്താൽ പിന്നെ അത് വരൂല. നോട്ട് ഇൻട്രസ്റ്റഡ്, എൻ്റെ ഇൻട്രസ്റ്റഡ് ഏരിയ അതല്ല. അങ്ങനെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പഠനാർഹമായ വീഡിയോകൾ, പഠനാർഹമായ പോസ്റ്റുകൾ, അത്തരം പോസ്റ്റുകൾ നമ്മൾ ലൈക്ക് ചെയ്യുക, അവരെ ഫോളോ ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഫീഡുകൾ, സോഷ്യൽ മീഡിയയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ വരിക. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരോ നിയന്ത്രിക്കുന്നുണ്ടാവും. ഇപ്പൊ ഒരാള് ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ച നിറയെ വണ്ടിയായിരിക്കും ഫേസ്ബുക്കിൽ. നിങ്ങൾ സംസാരിക്കണമെന്നില്ല. കുറച്ചു മുമ്പൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് മുമ്പിൽ ഒരു ബെൻസ് എടുക്കാൻ നിങ്ങൾ 2-3 ആളുകൾ ബെൻസിനെ കുറിച്ച് സംസാരിച്ച് പിന്നെ ഫോൺ തുറന്നാല് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിറയെ ബെൻസ് ആയിരിക്കും, ഇൻസ്റ്റാഗ്രാം നിറയെ ബെൻസ് ആയിരിക്കും. ട്രിമ്മറിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചതെങ്കിൽ നിങ്ങൾ അടുത്ത ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നിറയെ ട്രിമ്മർ ആയിരിക്കും. കേക്കിനെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ 2-3 പെൺകുട്ടികൾ കൂടി സംസാരിച്ചു, ഇന്നാലിന്ന് കേക്ക്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്ന ഫുള്ള് കേക്കിന്റെ പരസ്യങ്ങൾ, കേക്കുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, ഫേസ്ബുക്ക് തുറന്ന അത്. അഥവാ നമ്മൾ സംസാരിച്ചതാണ് ഇത്ര കാലം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നതെങ്കിൽ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് നമ്മൾ ചിന്തിച്ചതാണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു 2-3-4 വർഷം മുമ്പ് ഇവിടെ വെള്ളിപ്പാടിയിലേക്ക് പ്രസംഗിക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞിരുന്നു. അതാ ഫ്രിഡ്ജ്, നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ്. ആ ഫ്രിഡ്ജ് സംസാരിക്കുന്ന ഒരു കാലം വരും. അഥവാ ഫ്രിഡ്ജ്, നമ്മൾ ടൗണിൽ പോയാൽ, അങ്ങാടിയിൽ പോയാൽ ഇത്ര മുട്ടയുണ്ടെന്ന് ഫ്രിഡ്ജ് പറയും, മുട്ട വാങ്ങണ്ട. ഇത്ര ആപ്പിൾ ഉണ്ട് ഫ്രിഡ്ജില്, ആപ്പിള് 1/4 കിലോ ഉണ്ട്, അതൊരു 1/2 കിലോ വാങ്ങിച്ചാൽ മതി. പച്ചമുളക് ഉണ്ട് ഇവിടെ, കോഴി ഇത്രയുണ്ട്, ഇറച്ചി ഇത്രയുണ്ട്, പാൽ ഇത്ര പാക്ക് ഉണ്ട് എന്നൊക്കെ ഫ്രിഡ്ജ് പറയുന്ന ഒരു കാലം വരുമെന്ന് 4 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ചാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ആ വീഡിയോ കണ്ടു, ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഫ്രിഡ്ജ് എന്തൊക്കെയുണ്ട്, എത്ര കിലോഗ്രാം ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് ടൗണിലുള്ള വീട്ടുകാരനോട് അല്ലെങ്കിൽ വീട്ടുകാരിയോട് സംസാരിക്കുന്ന ഫ്രിഡ്ജ് വന്നു, ഇറങ്ങി. ഇനി ഉമ്മാക്ക് ഭാര്യയ്ക്ക് വിളിച്ചിട്ട് മീൻ വേണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ എടുത്തിട്ട് തുറന്നാൽ ഫ്രിഡ്ജിൽ എത്ര ഫിഷ് ഉണ്ടെന്ന് കാണാൻ കഴിയും, ഫ്രിഡ്ജിൽ എത്ര ചിക്കൻ ഉണ്ടെന്ന് കാണാൻ കഴിയും, തക്കാളി എത്ര ഉണ്ടെന്ന് കാണാൻ കഴിയും, കേടാണോ അത് നല്ലതാണോ എന്ന് വരെ കാണാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജി വികസിച്ചു കഴിഞ്ഞു. അപ്പൊ കാലം ഇനി മുന്നോട്ട് പോവാൻ റോബോട്ടുകൾ മാത്രം ജീവിക്കുന്ന ഒരു ദ്വീപുണ്ട്. മനുഷ്യന്മാരില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപയോഗിച്ചുള്ള റോബോട്ടുകൾ മാത്രം ജീവിക്കുന്ന ദ്വീപുണ്ട്. റോബോട്ടുകൾ മാത്രം. അവിടെ റോബോട്ടുകൾ പരസ്പരം ജീവിക്കുന്നു, പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു ദ്വീപ് വരെ ഉണ്ടെന്ന്. കാലം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവാണ്. ഈ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയം സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ തീർന്നു പോകരുത്. SSLC എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? SSLCയിൽ വലിയ റിസൾട്ടൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാകും, A+ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഇതുപോലെ കാണാതെ പഠിച്ചെഴുതുന്ന എക്സാമുകളല്ല. അങ്ങനെ വിചാരിക്കരുത് മക്കള്. ഞാൻ A+നെ വലിയ പ്രോത്സാഹിപ്പിക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും പ്രസംഗിച്ച ആളാണ്. A+ അത്ര വലിയ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമൊന്നുമില്ല. A+ കിട്ടിയ ആളുകൾ നമ്മൾ വല്ലാതെ ആദരിക്കും, അവർക്ക് മെമെന്റോ കൊടുക്കും, അവരുടെ അധ്വാനത്തിന് പ്രത്യേകം അവരെ പുകഴ്ത്താം. നിങ്ങളുടെ അധ്വാനം ഇനി ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഇനിയുള്ള കാലം A+ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് മനപ്പാടമാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ച മാർക്കുകളല്ല ഇനി +2 മുതൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. റീസണിംഗ് ആണ്, IQ. നിങ്ങളുടെ IQ അവർ പരിശോധിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ബുദ്ധിയുണ്ട്, നിങ്ങൾ എത്ര മനപ്പാടാക്കിയെന്നല്ല, ബൈ ഹാർട്ട് മെമ്മറി പവർ അല്ല ഇനി പരിശോധിക്കപ്പെടാൻ പോകുന്നത്. നിങ്ങൾ നീറ്റ് അഭിമുഖീകരിക്കേണ്ടി വരും. JEE എന്ന് പറയുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നെറ്റും സെറ്റും ടെറ്റൊക്കെ നിങ്ങൾ കാണേണ്ടി വരും. ഈ എക്സാമുകളൊക്കെ ബൈഹാർട്ട് ചെയ്ത് മനപ്പാടമാക്കി പോയിട്ട് പരീക്ഷ എഴുതിയാല് A+ വാങ്ങി തിരിച്ചു വരാൻ ആരും വിചാരിക്കണ്ട. നിങ്ങളുടെ സ്കില്ലാണ് അവിടെ പരിശോധിക്കുന്നത്.
നിങ്ങൾക്ക് കണക്കിൽ എന്താണ് നിങ്ങളുടെ സ്കിൽ, എത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു പാരഗ്രാഫ് വായിച്ചാൽ ആ പാരഗ്രാഫ് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, ആ പാരഗ്രാഫിൽ വന്ന 5 ക്വസ്റ്റ്യനുള്ള ഉത്തരം താഴെ കൊടുക്കേണ്ടി വരും. ഒരു പാരഗ്രാഫ് വായിക്കും, ആ പാരഗ്രാഫ് ഇത്ര മിനിറ്റ് കൊണ്ട്, പാരഗ്രാഫിലുള്ള 5-6 ചോദ്യം താഴെ ഉണ്ടാവും, ഇത്ര മിനിറ്റ് കൊണ്ട് അതിന് ഉത്തരം ചെയ്യണം. അഥവാ പാരഗ്രാഫ് ഇത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വായിക്കാൻ പറ്റും. ഫാലസികള്, മെത്തഡോളജികള്, ഇതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യനുകള്. ഇത്ര സമയം കൊണ്ട്, ഇത്ര 1.5 മണിക്കൂർ കൊണ്ട് 150 ക്വസ്റ്റ്യൻ, അഥവാ 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം ചെയ്യണം. അതെങ്ങാനും തെറ്റിപ്പോയാൽ മൈനസ് മാർക്കാണ്. ചില പരീക്ഷകൾ അങ്ങനെയാണ്. അഥവാ 150 ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം ചെയ്തു, അതിൽ 100 എണ്ണം ശരിയാണ്, 50 എണ്ണം നിങ്ങളുടേത് തെറ്റായാൽ 50-ന് മൈനസ് മാർക്കാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവാൻ. കാണാതെ പഠിച്ച് മുന്നേറാൻ പറ്റുന്ന കാലമല്ല. സ്കില്ല് വേണം, സ്മാർട്ട് ആവണം. ഇതൊക്കെയാണ് ഇനിയുള്ള കാലം. അതുകൊണ്ട് A+ എന്ന് പറഞ്ഞ് വല്ലാതെ അങ്ങോട്ട് മക്കളെ നിർബന്ധിപ്പിക്കണ്ട എന്നാ ഞാൻ പറയാൻ പോകുന്നത്. A+ എന്ന് പറഞ്ഞ് മക്കളെ നിർബന്ധിപ്പിക്കണ്ട. മക്കൾക്ക് എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുണ്ടാകണം. സയൻസിലും മാത്സിലും ബേസിക് ആയിട്ടുള്ള അറിവുണ്ടാകണം. സയൻസും മാത്സും അറിയാതെ ഇനിയുള്ള കാലത്ത് പിടിച്ചിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ ചെറുവത്തൂരിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ദുബായിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപ്ലൈ ചെയ്ത ഒരു വീഡിയോ എനിക്ക് അയച്ചെന്ന് വരുന്ന വഴിക്ക്. AI മേഖലയിൽ റിസർച്ച് ചെയ്യാൻ അപ്ലൈ ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്ത ആ പെൺകുട്ടിയുടെ വീഡിയോ. പുതിയ ഏരിയയാണത്. ഇനിയുള്ള ഏരിയകൾ അതൊക്കെയാണ്. ആർട്ടിഫിഷ്യൽ ഏരിയയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏരിയകളാണ്. ഇനി പഴയത് കാലത്തുള്ളതുപോലെ എഞ്ചിനീയറിങ്ങിനൊക്കെ സാധ്യത ഉണ്ടോന്നറിയില്ല, പക്ഷെ എല്ലാം സാധ്യതയുണ്ട്. നമ്മൾ ആ മേഖലയിൽ എക്സ്പേർട്ട് ആകുമ്പോൾ ഡോക്ടർമാർക്കിനൊരു സാധ്യത ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇഷ്ടംപോലെ ഡോക്ടർമാർ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും നമ്മുടെ കേരളക്കാരടക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.